പി ബി അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അൻവർ മത്സരിച്ചാൽ നിലമ്പൂരിലെ മത്സര ചിത്രം മാറുമോ? വോട്ടർമാരുടെ പ്രതികരണങ്ങൾ നോക്കാം. തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പി വി അൻവറിനെ കളത്തിലിറക്കി പരമാവധി വോട്ട് പിടിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം. എന്തായാലും യു ഡി എഫിലേക്ക് ഇനി എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പി വി അൻവർ മത്സരിച്ചാൽ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും? നമുക്ക് വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തേടാം. ചിത്രം മാറാതെ നിൽക്കാനും സാധ്യതയുണ്ട്. ഒന്ന് വെച്ചാല് 2 പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചതല്ലേ, പിന്നെ അതില് ഒഴിവാങ്ങിയാണ്ട് പിന്നെ മൂന്നാമത് നിൽക്കാൻ പ്രയാസമാണ്. ആ ജനങ്ങള് ഒന്ന് വിലയിരുത്തുമല്ലോ ആളെ. ചുരുക്കത്തിൽ പറഞ്ഞാല് വന്ന് പാപ്പ പിന്നാക്കല്ലെന്ന് മുതല് തന്നെയാണ് ഇവിടെ ഏറ്റവും അറിയപ്പെടുന്ന ആള്. മൂപ്പര് പിന്നെ കാര്യം ഒന്ന് ഇടതുവശത്തിന്റെ ഇതില് വന്ന് നിന്നാണ്ട് ജയിച്ചതല്ലേ. ഇനി പിന്നെ മൂന്നാമത് തെരഞ്ഞെടുപ്പിന് നിന്നാല് അത് മിക്കവാറും ശരിയാവും തോന്നുന്നില്ല. പി വി അൻവറെ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിച്ചാല് നല്ല ആൾക്കാർ മത്സരിച്ചാൽ വോട്ടുണ്ടാവും, വിജയിക്കും ചെയ്യും. അല്ലാത്തൊരു മത്സരിച്ചാൽ വോട്ടും ഉണ്ടാവില്ല, വിജയിക്കും ചെയ്യും. മൂപ്പര് വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. വന്നാൽ പിന്നെ നല്ലതാണെങ്കിൽ മൂപ്പര് ഇങ്ങനെ മുന്നോട്ട് പോകും. അല്ലാണ്ടെങ്കിൽ മൂപ്പര് പിണറായിയെ തള്ളിപ്പറഞ്ഞു വന്ന മാതിരിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ഇപ്പൊ അൻവറെ വീണ്ടും മത്സരിക്കാൻ പോവാന്ന് കേൾക്കുന്നു. എന്താ സാധ്യത? 8 കൊല്ലം നടന്ന് രാജിവെച്ചിട്ട് ആ സീറ്റിൽ തന്നെ രണ്ടാമത് മത്സരിച്ച് ജനങ്ങൾ എന്താക്കുക? അയാള് കാരണമല്ല ഇപ്പൊ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നത്. പിന്നെ അയാള് രാജിവെച്ച് ജയിച്ചു, പിന്നെ അയാൾ തന്നെ വരികയെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ അല്ലേ? ഇവിടെ അൻവർ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇലക്ഷൻ? അൻവർ വ്യക്തിപരമായിട്ട് എല്ലാം കൊണ്ടും ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ പിടിവാശി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനുണ്ടാവുമല്ലോ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ. എന്റെ മനസ്സ് നിങ്ങൾക്ക് തന്നാൽ പിന്നെ എന്റെ മനസ്സിനോട് എന്ത് പ്രയോജനമുള്ളത് അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ നിരക്കും കഴിവുള്ളൊരു വ്യക്തിയാണ്. അൻവറിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല, ജയിക്കും എന്നാണ് എന്റെ കാഴ്ചപ്പാട്. പിന്നെ ഇവിടെ അൻവറെ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നാൽ എങ്ങനെയായിരിക്കും? അൻവർ വന്നിടത്തോളം മെച്ചൊന്നും കിട്ടിയില്ല. ഇനി വന്നാലും ഇപ്പൊ തന്നെ ആയിരിക്കും ഗതി. ഇലക്ഷന് പറഞ്ഞാ ഇപ്പൊ ഒരു മന്ദഗതിയിലാണ്. എന്താ വെച്ചാൽ ഒന്നാമത് മഴ, രണ്ടാമത് പറഞ്ഞാല് ഇപ്പൊ ഒരു ആവശ്യമില്ലാത്തൊരു ഇലക്ഷൻ ആണല്ലോ ഇപ്പൊ ഇത്. ഒരു 6 മാസത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാണ്ട് അൻവർ വെറുതെ ഇറങ്ങി പോകുന്നതാണ്. നാളെ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞാണ്ട് കോടികൾ ചെലവല്ലേ. നമുക്ക് ഈ സർക്കാരിന് ഇപ്പൊ ഈ നികുതി പണമൊക്കെ ഈ എന്തെങ്കിലും കിട്ടിയാണ്ട് വരുമാനം ഉണ്ടായിക്കാണ്ട് ജീവിക്കുന്ന ഈ സാധാരണക്കാരനെ പീഞ്ഞുകാണ്ട്. അൻവർ സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിച്ചാൽ എന്താകും എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് നിലമ്പൂരുകാർ.